ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഐ ആം ഷഹറൂബ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലസ്സിയുമായാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ക്ലാസിക് ലസ്സി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പാലിന് പകരം വെള്ളം ചേർത്താലും മതി. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസിക് ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നോർമൽ ലസ്സി. ഇത് വളരെ ഈസി ആയ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തതായി ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് റോസ് ലസ്സിയാണ്. ഇതിനു വേണ്ടി 1 കപ്പ് കട്ട തൈര്, പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത്. ഇതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. റോസ് ലസ്സി ആയതുകൊണ്ട് ഇതിലേക്ക് 1/4 കപ്പ് റോസ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പാല്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ആണ്. റോസിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. റോസ് പെറ്റൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ ഗാർണിഷ് ചെയ്യുന്നത് റോസ് സിറപ്പ് കൊണ്ടാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി അടുത്തതായി ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ലസ്സിയാണ്. കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആണല്ലോ ചോക്ലേറ്റ്. ഇനി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പാല്, 2 ഐസ് ക്യൂബ്, 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണിത്. ഇതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി വേണമെങ്കിൽ ചോക്കോ ചിപ്സ് കൊണ്ടൊക്കെ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായി ഞാനിവിടെ ഉണ്ടാക്കുന്നത് കിവി ഉപയോഗിച്ചുള്ള ലസ്സിയാണ്. ഇതിനു വേണ്ടി ഇതിലേക്ക് 1/4 കപ്പ് കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പാല്. ഇനി ഇതിലേക്ക് 2 കിവിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. കിവിയുടെ സ്കിന്നെല്ലാം കളഞ്ഞതാണ്. ഇനി ഇതിലേക്ക് ഒരു 3 ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കിവി ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിവിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ലസ്സി ആയിരിക്കും ഇത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ലസ്സിക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തതായി ഞാനിവിടെ ഉണ്ടാക്കുന്നത് പപ്പായ ഉപയോഗിച്ചുള്ള ലസ്സിയാണ്. പപ്പായ ലസ്സി. ഇതിനു വേണ്ടി 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പാല്, 2 ഐസ് ക്യൂബ്. ഇനി ഒരു 1/4 കപ്പ് പപ്പായ ചോപ്പ് ചെയ്തതാണിത്. ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. പപ്പായ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ 5 ടൈപ്സ് ഓഫ് ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.